പ്രിൻസിപ്പൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അതായത് താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ ഇന്നലെ ഇല്ലായിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഈ ലഹരി എത്തിക്കുന്നതിൽ ഒരു ഇടപെടൽ ഉണ്ടാകാം. കുട്ടികൾക്ക്, അതായത് ഈ കുട്ടികൾക്ക് ഈ കോളേജ് ഹോസ്റ്റലിൽ ഒരു സുരക്ഷിത കേന്ദ്രമാണ്, ഇവിടെ ലഹരി സൂക്ഷിക്കാമെന്നുള്ളൊരു അതായത് ആ കുട്ടികൾക്ക് അത്തരത്തിലൊരു ബോധം വേണമെങ്കിൽ അത് നിരന്തരമായി ഇവിടെ ഇത്തരത്തിൽ നടന്നിട്ടുണ്ടാവില്ലേ? അല്ല, ഇതിപ്പോ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്താവാനാണ് സാധ്യത. അപ്പോൾ അത് കാരണം തന്നെ ആയിരിക്കാം നേരത്തെ മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരം ഇവർ റെയ്ഡ് നടത്തിയത്. അപ്പോൾ ആഘോഷം ഇന്ന് നടക്കുമ്പോൾ കൂടുതൽ വളവിലുള്ള മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടാകാം എന്ന് പറഞ്ഞ എല്ലാ സമയങ്ങളിലും അതുണ്ടാവില്ല ഒരിക്കലും. അപ്പോൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചു. അതിൽ വളരെ വ്യക്തമായ ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും കുട്ടികളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്? അതായത് ഇത്തരത്തിലൊരു കഞ്ചാവ് അല്ലെങ്കിൽ കോളേജിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആഘോഷങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഒരുക്കും. ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ട്. അപ്പം ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ കഴിഞ്ഞ തവണ ആഘോഷത്തിന്റെ ഇടയിലാണ് നമ്മളൊരു വളരെ മൈനർ ക്വാണ്ടിറ്റി കഞ്ചാവ് കിട്ടിയത്. അതിപ്പോൾ ഡാൻസ് ഓഫ് തന്നെ പോലീസ് തന്നെ വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചതാണ്. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് സമയത്ത് തന്നെ അവർ ഇടപെടുന്നുണ്ട്. ഇപ്പോഴും അതായത് ഇന്നലെ രാത്രി കുട്ടികളുടെ ഒരു വേർഷൻ ആയിട്ട് പറയുന്നത് പുറത്തുനിന്നുള്ള ആളുകളാണ് കഞ്ചാവ് വെച്ചത്, കുട്ടികൾ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നാണ് ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഈ കുട്ടികളെ നേരത്തെയും കണ്ടതെന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇതിനകത്ത് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. കാരണം ഇന്നലെ ഇപ്പൊ ഇത് എങ്ങനെയാണ് പിടിച്ചത്, നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ റെയ്ഡ് കഴിഞ്ഞ് ഏതാണ്ട് ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഓടി രക്ഷപ്പെട്ടോ അത് നമുക്ക് ശരിക്കും വ്യക്തതയില്ല. അത് ഇന്നിപ്പോ ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. കഞ്ചാവ് പുറത്തുനിന്ന് വരാനല്ലേ സാധ്യതയുള്ളൂ. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് അത് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം സ്വാഭാവികമായിട്ടും പോലീസിനുണ്ടാകും. കൂടുതൽ അളവ് കഞ്ചാവ്, അതായത് 2 കിലോയുടെ അടുത്ത് കഞ്ചാവ് പിടികൂടിയ കുട്ടി ഏത് വർഷ വിദ്യാർത്ഥിനിയാണ്? എല്ലാം ഫൈനൽ ഇയർ ആണ്. ഇതിനു മുന്നേ ഈ കോളേജിൽ അതായത് ഒരു SFI നേതാവും കൂടിയാണ്, യൂണിയൻ ഭാരവാഹിയാണ്. ഇപ്പോൾ പോലീസ് സെഷൻ ജാമ്യത്തിൽ വെറുതെ വിട്ടെങ്കിലും അയാളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? പരാതികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. ഇനി എന്ത് നടപടിയാണ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക? കോളേജിന്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൌൺസിൽ കൂടി അത് ചർച്ച ചെയ്ത് ഇപ്പം താൽക്കാലികമായിട്ട് ഇവരെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കുക. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു? അതൊരു ക്ലോസ്ഡ് ഓപ്പറേഷൻ ആണ്. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഇൻഫർമേഷൻ, ഒരു മൂവ് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന സമയത്തുണ്ടാകുമെന്ന് അറിയില്ല. കാരണം അതൊരു പക്ഷേ അവരുടെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിരിക്കാം.